എത്തിക്കാനുള്ള പരിശ്രമം നടത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയവർക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കണമോ അതൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടുതലായി ആളുകൾ വരുന്നുമുണ്ട്. ഇനിയും ഇപ്പോൾ വന്നതല്ലേ ഉള്ളൂ ഉടനെ. അപ്പോൾ അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പോൾ പ്രധാനപ്പെട്ട ഞാനിവിടെ നോട്ടീസ് ചെയ്ത് ഈ കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങൾക്ക് കൗൺസിലിംഗ് കൊടുക്കുക എന്നുള്ളത്, അവരെ ഇരുത്തുക, അവരെ ഇരുത്തി അവരോട് സംസാരിക്കുക എന്നുള്ളത് വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതൊരു തീർച്ചയായിട്ടും ഇവിടെയുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ഒരു വിഷയമാണ്. അത് ശ്രദ്ധയിൽപ്പെടുത്തും. അതൊരു പ്രധാനപ്പെട്ട കാര്യം. ഒരുപാട് ആളുകളെ ഇപ്പോഴും പലയിടങ്ങളിൽ നിന്നും രക്ഷിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് എത്തിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ ഉണ്ടായിട്ടുള്ള ഈ ഒരു അപകടത്തിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇപ്പോഴും പല ആളുകളെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ ക്യാമ്പുകളിലുള്ള ആളുകൾ തന്നെ പറയുന്നു തങ്ങൾക്ക് പ്രിയപ്പെട്ട പലരെയും എവിടെയാണ് ഉള്ളത് എന്ന് അറിയത്തില്ല. അപ്പോൾ ഈ ലഭിക്കുന്ന മൃതദേഹങ്ങൾ തങ്ങളുടെ ബന്ധപ്പെട്ടവരുടെ ആണോ എന്ന് അന്വേഷിക്കുന്ന ആളുകളടക്കം ഇവിടെയുണ്ട്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഇനി ഇവരുടെ പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളിൽ അത്തരം കാര്യങ്ങളിലേക്ക് ഇനി കടക്കേണ്ടതുണ്ട്. ഇല്ല, പുനരധിവാസത്തെക്കുറിച്ച് ആലോചിക്കുന്നതിന് മുമ്പ് റെസ്ക്യൂ എന്നുള്ളതാണ് ഇപ്പോഴും നമ്മുടെ മുമ്പിലുള്ള ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ. ഇപ്പോഴും രക്ഷപ്പെടുത്തേണ്ട നിരവധി ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ ഇവരൊക്കെ പലരും ഞങ്ങളിപ്പോൾ കണ്ട് സംസാരിച്ച എല്ലാവരും തന്നെ പറയുന്ന കാര്യമാണ്. ഞങ്ങളുടെ 6 പേര് മിസ്സിംഗ് ആയിരുന്നു. അതിൽ 3 പേരുടെ ബോഡി കിട്ടി, ബാക്കി 3 പേരെ കാണുന്നില്ല എന്നൊക്കെ ആ രീതിയിലുള്ള. അപ്പോൾ ഇപ്പം ഏറ്റവും പെട്ടെന്ന് റെസ്ക്യൂ എന്നുള്ള അത് പൂർണ്ണമാക്കുക. അതിനപ്പുറത്തേക്ക് പിന്നെ ബാക്കി കാര്യങ്ങൾ ആലോചിക്കുക എന്നുള്ള റിലീഫ്, റീഹാബിലിറ്റേഷൻ എന്നുള്ള കാര്യം. ഇത്രയും വലിയ ഒരു സ്കെയിലിൽ നടന്നിട്ടുള്ള ഒരു ദുരന്തമാണ്. ഒരു എന്താ പറയുക, ഒരു പ്രകൃതി ദുരന്തമാണ്. അപ്പോൾ അതിനെ ആ രീതിയിൽ തന്നെ കാണേണ്ടതുണ്ട്. അതിന് ആ രീതിയിൽ കണ്ടുകൊണ്ട് കേന്ദ്രം ഇതിനെ ഒരു നാഷണൽ ഡിസാസ്റ്ററായിട്ട് തന്നെ പ്രഖ്യാപിക്കുകയും അതിനനുസരിച്ചുള്ള രീതിയിൽ എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും നൽകിക്കൊണ്ട് ഇവരുടെ ജീവിതം വീണ്ടും ഒന്ന് കരുപ്പിടിപ്പിക്കുന്നതിനുള്ള എല്ലാ വിധത്തിലുള്ള നടപടികളും സ്വീകരിക്കേണ്ടതുണ്ട്. അതിന് ഇന്നത് മാത്രം ചെയ്യണം അല്ലെങ്കിൽ ഇത് ചെയ്താൽ നടക്കുമെന്നുള്ളത് അതൊരു ഹോളിസ്റ്റിക് അത് ആ രീതിയിലുള്ളൊരു റീഹാബിലിറ്റേഷൻ പ്ലാൻ ചെയ്യുകയും പദ്ധതി പാക്കേജ് തയ്യാറാക്കുകയും അത് പ്രഖ്യാപിക്കുകയും അതിൻ്റെ നടപടികൾ അത് നടപ്പിലാക്കുന്നതിനുള്ള സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേന്ദ്രം അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് സംസ്ഥാനവുമായി ചേർന്നുകൊണ്ട് അത് ചെയ്യേണ്ടതുണ്ട്. ശരി, CPI നേതാവ് ആനി രാജയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഈ ബെൻസൺ നിൽക്കുന്ന റെസ്ക്യൂ ക്യാമ്പിലാണ് ആനി രാജ എത്തിയത്. അവരുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്.